കാമമല്ല പ്രശ്നം, നിയന്ത്രണം നഷ്ടപ്പെടുന്നതാണ് പ്രശ്നം. കാമം നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് ശ്രദ്ധ നഷ്ടപ്പെടുന്നു, നിങ്ങൾക്ക് ഊർജം നഷ്ടപ്പെടുന്നു, നിങ്ങൾക്ക് ശക്തി നഷ്ടപ്പെടുന്നു. കാമം തിന്മയാണെന്ന് ബുദ്ധൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അനിയന്ത്രിതമായ ആഗ്രഹം കഷ്ടപ്പാട് സൃഷ്ടിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് കാമത്തെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് അടിച്ചമർത്തലിലൂടെയല്ല, മറിച്ച് അവബോധം, അച്ചടക്കം, ജ്ഞാനം എന്നിവയിലൂടെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് നമുക്ക് പരിശോധിക്കാം. ആധുനിക ലോകത്ത് പ്രലോഭനങ്ങൾ എല്ലായിടത്തും ഉണ്ട്. സിനിമ, ടെലിവിഷൻ സ്ക്രീനുകൾ, സോഷ്യൽ മീഡിയ, ചിത്രങ്ങൾ, ഫാൻറ്റസികൾ ഇവയെല്ലാം അനന്തമായ ഉത്തേജനത്തിന് കാരണമാകുന്നു. മിക്ക ആളുകളും കാമം ആദ്യം നിങ്ങളുടെ ശരീരത്തെയല്ല മോഷ്ടിക്കുന്നത്, അത് നിങ്ങളുടെ മനസ്സിനെയാണ് മോഷ്ടിക്കുന്നത് എന്ന സത്യം തിരിച്ചറിയുന്നില്ല. അസ്വസ്ഥമായ മനസ്സിന് ഒരിക്കലും ശക്തമായ മനസ്സാകാൻ കഴിയില്ലെന്ന് ബുദ്ധൻ പഠിപ്പിച്ചു. അതിനാൽ നിങ്ങൾക്ക് വ്യക്തത വേണമെങ്കിൽ, ആത്മാഭിമാനം വേണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിയന്ത്രണം വേണമെങ്കിൽ ആദ്യം നിങ്ങൾ കാമത്തെ നിയന്ത്രിക്കാൻ പഠിക്കണം. നമസ്കാരം, മോട്ടീവ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. പുരാതന ജ്ഞാനത്തെ ആധുനിക ജീവിതത്തിൽ പ്രയോഗിച്ച് നമ്മുടെ ചിന്തകളും തീരുമാനങ്ങളും ശക്തമാക്കാനും സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാനും നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായി ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. ആദ്യമായി, കാമത്തെക്കുറിച്ച് ബുദ്ധൻ എന്താണ് ശരിക്കും പഠിപ്പിച്ചത്? ആഗ്രഹങ്ങളെ വെറുക്കാൻ ബുദ്ധൻ പഠിപ്പിച്ചിട്ടില്ല. അദ്ദേഹം മനസ്സിലാക്കാൻ പഠിപ്പിച്ചു. ആസക്തിയിൽ നിന്നാണ് കാമം ജനിക്കുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഇന്ദ്രിയങ്ങളിൽ നിന്നാണ് ആസക്തി ജനിക്കുന്നത്. ആസക്തി മനസ്സിലാക്കാതെ വരുമ്പോഴാണ് കഷ്ടപ്പാട് ജനിക്കുന്നത്. കാമം ഒരു മാനസിക സംഭവമാണ്. അത് ഉയർന്നു വരുന്നു. അത് കുറച്ചു നേരം നിലനിൽക്കും, അത് മങ്ങുന്നു. എന്നാൽ നിങ്ങൾ അതിനോട് താരാത്മ്യം പ്രാപിക്കുമ്പോൾ, ഇത് ഞാനാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ, അത് ഒരു ചങ്ങലയായി മാറുന്നു, നിങ്ങളെ ബന്ധിപ്പിക്കുന്നു. ഇത് ഒരു ചിന്തയാണ്, എൻ്റെ ഐഡൻറ്റിറ്റി അല്ല എന്ന് നിങ്ങൾ പറയുന്ന നിമിഷം മുതൽ സ്വാതന്ത്ര്യം ആരംഭിക്കുന്നു. അടുത്തതായി, ഇൻപുട്ടുകളെ നിയന്ത്രിക്കുക. ബുദ്ധൻ ഇന്ദ്രിയ നിയന്ത്രണത്തിന് ഊന്നൽ നൽകി. ആധുനിക അർത്ഥം ലളിതമാണ്. നിങ്ങൾ വീണ്ടും വീണ്ടും കാണുന്നത് നിങ്ങളുടെ മനസ്സ് വീണ്ടും വീണ്ടും കൊതിക്കും. നിങ്ങളുടെ ചിന്തകളിലേക്കുള്ള കവാടമാണ് കണ്ണുകൾ. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെ രൂപപ്പെടുത്തുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികളെ രൂപപ്പെടുത്തുന്നു. കാമത്തെ നിയന്ത്രിക്കണമെങ്കിൽ നിങ്ങൾ കഴിക്കുന്നത് നിയന്ത്രിക്കുന്നതിലൂടെ ആരംഭിക്കുക. അച്ചടക്കമുള്ള കണ്ണ് ശാന്തമായ മനസ്സിനെ സൃഷ്ടിക്കുന്നു. ശാന്തമായ മനസ്സ് ശക്തി സൃഷ്ടിക്കുന്നു. മൂന്നാമതായി, അവബോധം. അത് ഏറ്റവും ശക്തമായ ആയുധമാണ്. മിക്ക ആളുകളും കാമത്തോട് പോരാടുന്നു. അതുകൊണ്ടാണ് അവർ തോൽക്കുന്നത്. ബുദ്ധൻ പഠിപ്പിച്ചത് കുറച്ചുകൂടി ബുദ്ധിപരമായ കാര്യമാണ്. അത് നിരീക്ഷിക്കുക. കാമം ഉണരുമ്പോൾ പ്രതികരിക്കരുത്, അതിനെതിരെ വിധി കൽപ്പിക്കരുത്, അതിനെ പിന്തുടരരുത്. ആകാശത്തിലൂടെ കടന്നു പോകുന്ന ഒരു മേഘം പോലെ അതിനെ കാണുക. നാം ശ്രദ്ധയും ഊർജവും നൽകാത്ത ആഗ്രഹങ്ങൾ കാലക്രമേണ സ്വയം അപ്രത്യക്ഷമാകും. അവബോധം കാമത്തെ ദുർബലപ്പെടുത്തുന്നു, പ്രതികരണം അതിനെ ശക്തിപ്പെടുത്തുന്നു. അടുത്തതായി, ഊർജത്തെ പുനഃക്രമീകരിക്കുക. കാമം ഊർജമാണ്. ബുദ്ധൻ ഒരിക്കലും ഊർജത്തെ നശിപ്പിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. അത് വഴിതിരിച്ചുവിടാൻ അദ്ദേഹം പഠിപ്പിച്ചു. ആ ഊർജത്തെ ഇതിലേക്ക് തിരിച്ചുവിടുക. ഏതിലേക്ക്? ശാരീരിക അച്ചടക്കം, പഠനം, ധ്യാനം, അർത്ഥവത്തായ പ്രവൃത്തികൾ എന്നിവയിലേക്ക്. വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ നദി അപകടകരമാണ്. എന്നാൽ നദി ശാന്തമായി ഒഴുകുമ്പോൾ അത് മുഴുവൻ നാഗരികതകളെയും ശക്തിപ്പെടുത്തുന്നു. നിങ്ങളെ അടിമകളാക്കുന്ന അതേ ഊർജത്തിന് തന്നെ നിങ്ങൾ അതിൻ്റെ ദിശ നിയന്ത്രിക്കുകയാണെങ്കിൽ നിങ്ങളെ ഉയർത്താൻ കഴിയും. അടുത്തതായി, അമാനുഷികതയെ ഓർമ്മിക്കുക.
ബുദ്ധൻ എപ്പോഴും ഒരു സത്യം ഓർമ്മിപ്പിച്ചു. എല്ലാം താൽക്കാലികമാണ്. സുഖാസക്തി വാഗ്ദാനം ചെയ്യുന്നത് ഹ്രസ്വകാലമാണ്, പക്ഷേ അനന്തരഫലങ്ങൾ ദൈർഘ്യമേറിയതായിരിക്കാം. ആഗ്രഹം ഉണ്ടാകുമ്പോൾ സ്വയം ചോദിക്കുക, ഇത് നാളെ പ്രധാനമാകുമോ? ഇത് എന്നെ കൂടുതൽ ശക്തനാക്കുമോ അതോ ദുർബലനാക്കുമോ? ആനന്ദം എത്ര പെട്ടെന്ന് മങ്ങുന്നുവെന്ന് ഓർക്കുമ്പോൾ വ്യക്തത വർദ്ധിക്കുന്നു. ആഗ്രഹത്തെ നശിപ്പിച്ചതുകൊണ്ട് നിങ്ങൾ ശക്തനാകുന്നില്ല. നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതിലൂടെ നിങ്ങൾ ശക്തനാകുന്നു. കാമത്തെ നിയന്ത്രിക്കുന്ന ഒരാൾ ദുർബലനോ വികാരരഹിതനോ ആകുന്നില്ല. അവൻ സ്വതന്ത്രനാകുന്നു. സ്വാതന്ത്ര്യം ശക്തിയുടെ ഏറ്റവും ഉയർന്ന രൂപമാണ്. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് വിലപ്പെട്ടതായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി മോട്ടീവ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.